2025 ഗുരുവിന്റെ 99ാമത് ഗുരുജയന്തി ആഘോഷം ഗുരുമാർഗം പ്രകാശ സഭയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ സെന്ററിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ 5 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. 9 മണിക്ക് നമ്മൾ ആ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് 10 മണി കഴിഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയാണ്. ഗുരുവെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം അഹമുടുങ്ങണമിരുളുമാറി വെളിച്ചമായി വിളങ്ങണേ വിളങ്ങണേ കർമ്മദോഷമകറ്റി രക്ഷയും നീകണേ കർമ്മദോഷമകറ്റി രക്ഷയും നീകണേ വന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം. ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ടും ഗുരുവിനാൽ നയിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ഗുരുവിന്റെ ഗുരുവാണികളാണ് ഓരോ പ്രതിസന്ധികളിലും ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഗുരുവാണിയാണ്, സാധാരണ ഗുരുവാണി വായിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഗുരുവിന്റെ ശബ്ദത്തിൽ തന്നെ ഗുരുവാണി ഇട്ട് കേൾപ്പിക്കുകയാണ്. ഇത് ത്രിമൂർത്തിയുടെ സമ്പ്രദായം ഇതെന്നാണ് 73-ലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 73 മുതൽ ഇന്ന് വരെയുള്ള പിള്ളേർക്ക് മാറ്റമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരെ നോക്കിയാൽ മതി, ബുദ്ധിയും കഴിവും കൂടുതലാണ്. ഒരറിവില്ലാത്തവരാണെങ്കിൽ ആ അറിവ് കെട്ട് ലോകത്തെ വരെ പിടിച്ചടക്കത്തക്ക വിധത്തിലുള്ള അറിവുകേടാണ് അവരുടെ കയ്യിരിക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള അറിവുകേട് ഈ കുട്ടികളിൽ വരാനിടയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു തരാനേ കഴിയൂ. ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കണമെന്നാണ് വിചാരമെങ്കിൽ നിങ്ങളത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യും. എനിക്കിതേ പറയാനുള്ളൂ. ഇവിടെ തന്നെ വന്നു നിൽക്കുന്ന ചില കുട്ടികളുടെ അവരുടെ അറിവുകേടോ അവരുടെ പിതൃഭാവത്തിലോ മാതൃഭാവത്തിലോ ഉള്ള അറിവുകേട് അവരെ പിടികൂടിയിട്ട് അവരെ ഒന്നും അല്ലാതെ ആകുന്ന മാർഗത്തിലേക്കും അവർ സഞ്ചരിക്കുന്നുണ്ട്. ഇതും എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളോട് പറയാനേ കഴിയൂ. നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യത്തിലൊന്നാണ്. ഇത് രണ്ടാമത്തതല്ല, ഒന്നാമത്തതാണ്. ആ ഭാഗ്യം നിങ്ങൾ കളഞ്ഞുകൊണ്ട് ഒന്നിലോട്ടും പോകല്ലേ. എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒന്നും ചെയ്തുകൊണ്ട് നേട്ടവുമില്ല നിങ്ങൾക്ക് വേണ്ടി. എന്തുകൊണ്ട്? ദൈവ നിശ്ചയമാണ്. ഇതിനെയാണ് നിങ്ങൾ
അളന്നു കുറിക്കുന്നത് ശരിയാവില്ല. ദയവായി നിങ്ങൾ അറിയുന്നവർ തമ്മിൽ എന്താണ് മാർഗത്തെപ്പറ്റി അവരോട് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി, വേറൊന്നും പറയണ്ട. അവര് തെറ്റിക്കുന്നെങ്കിൽ അവർ തെറ്റിച്ചോട്ടെ, നമ്മൾ അതിനൊന്നും തയ്യാറല്ല. ഓർമ്മയിട്ട് ഇതെല്ലാവരും നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു പോകാവുന്ന അബദ്ധം ചെറുതല്ല. സ്വന്തം മക്കളെ നമുക്ക് നേരിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഗതികേട് നമ്മളിൽ തന്നെ വന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളത് സൂക്ഷിക്കണോ വേണ്ടേ? അങ്ങനെ അനവധി വീടുകൾക്കാണ് അത് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും വെളിയിൽ പറയാതിരിക്കുന്നുണ്ട്. വെളിയിൽ പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നാടിനും വീടിനും കേടാണെന്ന് തോന്നിയിട്ട് അക്ഷരം പ്രതി മിണ്ടായിരിക്കുന്നുണ്ട്. പക്ഷെ മിണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ നന്നാകുമെന്ന് കരുതരുത്. ഈ മക്കളോടുകൂടി തൊലയും നിങ്ങൾ. അങ്ങനെയൊന്നും ധരിക്കരുത്. ഇത് നിങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഫലമില്ല, അബദ്ധം വരും. ഇത് നമുക്കിതിനെ ഒരു ഭാഗ്യം കിട്ടി, അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്. എങ്ങനെ ഇത് ഒരിടം കണ്ടെത്തിയ, അല്ലാതെ ഇന്ന് ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ വെളിയിലോ അനേക വേഷങ്ങൾ പറയുന്ന, അനേക യോഗം, ജ്ഞാനം, ഭക്തി, കർമ്മം ഇങ്ങനെ പറയുന്നു. ഇതൊന്നും ഈ നല്ല കാര്യത്തിൽപ്പെട്ട കാര്യമൊന്നുമല്ല. അതെല്ലാം ഇതിനിടയ്ക്ക് ഈ 25 ചതുർയുഗത്തിനകത്ത് വന്നു ചേർന്ന ഭക്തിവിശേഷങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുടെ പേരാണ് ഈ കേൾക്കുന്നത്. അതൊന്നും അല്ല ഈ പറയുന്നത്. ആ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നുമില്ല. ഞാൻ അതൊന്നും അല്ല കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും ഞാനും ഇന്ന് ഒരുമിച്ച് ജനിക്കാൻ അവസരം കിട്ടിയ ആ നല്ല കാലത്തോട് നമ്മൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് ചെയ്യാമോ അത് അന്ത്യം വരെ ചെയ്യാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് അതിന്റെ മോചനദ്രവ്യം എന്താണോ അത് നിങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ല നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ജയിപ്പിക്കാനോ ഉള്ള ഒരു അവസരവാദത്തിൽ നിങ്ങൾ നോക്കരുതും ശരിയാവില്ല. നിങ്ങൾ നിങ്ങൾ ധന്യരായെന്ന ഒരു കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് എത്രയോ കലിയുഗം വന്നിട്ടുണ്ട്, അന്നൊന്നും സാധിച്ചിട്ടില്ല. എത്രയോ ത്രേതായുഗവും ദോപുരവും വന്നിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനും സാധിക്കാതെ പോയെന്നുള്ള ഒരു ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് വേണം. അത്ഭുതമില്ല കാണിക്ക്, വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാനുമാണ്. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. അത് ഭഗവാന്റെ കണ്ണും അധികാലും ഈ വേറെ അതൊക്കെ എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല, നടക്കില്ല. അങ്ങനെ കാണുന്നവർ ഇന്ന് ധാരാളം പേരുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? നടക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ കാണുന്നവരാണ് ഒരു കാൽപ്പം കാളുകളും. മറ്റുള്ളവര് ഈ ജാഗ്രത സ്വപ്നം എന്ന് പറയുന്ന കണ്ണ് അടച്ചാലും തുറന്നാലും കാണുന്ന ആളുകളാണ് ബാക്കിയുള്ളവർ. അങ്ങനെ ഇന്നിപ്പോ കണ്ണടയ്ക്കാൻ വയ്യെന്ന് ഇന്നലെ തന്നെ ഇവിടെ എന്നോട് പറഞ്ഞവർ ഇവിടെ തന്നെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇങ്ങനെ അടച്ചും തുറന്നും കണ്ടിട്ടെന്താ ഫലം? നിങ്ങൾ അത് പോരാ, ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി സ്നേഹമായിട്ടും ആദരവോടുകൂടി വളരാനും വളർത്താനും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ തമ്മിൽ പൊരുതി ഈ നാശത്തിന്റെ വക്കിലേക്ക് പോകല്ലേ. ഒന്നും ചെയ്യാൻ കഴിയില്ല. ബുദ്ധി കൊണ്ട് ജാതിയെ വളർത്താൻ നോക്കല്ലേ. അബദ്ധത്തിന്റെ അബദ്ധമായിരിക്കും അത്. നമ്മുടെ രാജ്യത്തോടെ ഒഴുകി പോകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇങ്ങനെ ഒരു വലിയ നാശം കാത്തിരിപ്പുണ്ട് നിങ്ങളെ. വലിയ വിഷമം തോന്നുന്നു ഇത് നിങ്ങളോട് പറയുമ്പോ തന്നെ. അത് അങ്ങനെയുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഉള്ള അവസരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കളയരുത്, സൂക്ഷിക്കണം. എല്ലാവരും ഇതിനു വേണ്ടി വിളിച്ചാണ് ഇങ്ങനെ പറയാനും അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ളവര് പരസ്പരം നിങ്ങൾ തന്നെ പറഞ്ഞറിയിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് നിങ്ങൾ തന്നെ പങ്കിട്ടറിയും. പക്ഷെ ഈ കണ്ടത് നമ്മളീ പറയാനോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മുടെ പിന്നിലൊരു ശക്തി നിന്ന് നമ്മളെ നേതൃത്വം വഹിക്കുന്നുണ്ട്, നേർവഴി കാട്ടാനും വഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ കണ്ടാൽ ഒന്നിലും പെടാതെ നിങ്ങൾ ഏതെങ്കിലും പടുകുഴി പോകും. ഒന്നും ചെയ്യാനൊക്കില്ല. ഓർമ്മയായിട്ട് നിങ്ങൾ അത് ചെയ്തെടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല സദാ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, എനിക്ക് വേറൊന്നും നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ സിദ്ധനല്ല, വേറൊരു തരത്തിൽ ഏതെങ്കിലും ഒരു കർമ്മയോഗിയല്ല. ജ്ഞാനത്തിന്റെ പങ്ക് ഇന്നതുപോലെയാണ്. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ഞാൻ സാക്ഷി. ആ സാക്ഷിയായിട്ട് നിന്ന് ദൈവം എന്നെ ഒരു ഒഴിവാക്കി നിർത്തി അല്ലെങ്കിൽ ഒരു ഉപാധിയാക്കി നിർത്തി കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിലൊന്നും വലിയ പങ്കാളിയെന്ന് പറയത്തക്ക കാര്യമൊന്നുമില്ല. ദൈവമാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ
കർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയാകുകയും പ്രവർത്തിച്ചെടുക്കുകയും ചെയ്തില്ലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദയവായി എല്ലാവരും സ്നേഹത്തോടെ ഇത് കൈകാര്യം ചെയ്ത് ഇവിടെ വരുന്നവരും പോകുന്നവരും തന്നെ പരസ്പരം ഇത് ഇന്നതുപോലെ ഒരു ദീർഘദർശനമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് ചീത്തയോ നന്നാകുകയും വേണ്ട. നമ്മള് കഴിയുന്നതും നമ്മൾ ഒരു വാക്കെങ്കിലും അതിനുവേണ്ടി ഉപയോഗിച്ച് നല്ലവരാകണം. ഈ മീറ്റിങ്ങിനെ ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിന് ഈ ജില്ലക്കാരനും ഇവിടുത്തെ നമ്മുടെ പ്രവർത്തകനുമൊക്കെയായ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ആനന്ദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരു ശർമ്മ, ഗുരുനാമത്തിൽ ക്ഷമിക്കണം, എനിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തെന്നതാണ്. എൻ്റെ ഡ്യൂട്ടി അങ്ങനെ ആയിരിക്കും. കൂടെ ഉള്ള ആൾ 9 മണിക്ക് വരാമെന്ന് പറഞ്ഞാണ്. അത് 9:50 ആയി. പിന്നെ വീട്ടിൽ പോയിട്ടാണ് വന്നത്. സ്വാഗതത്തിന് മുമ്പ് 1-2 വാക്കുകൾ സംസാരിക്കാം. കാരണം കഴിഞ്ഞ ഗുരുജയന്തി നമ്മൾ കോഴിക്കോട് വെച്ചായിരുന്നു. ഇതൊരു നല്ലൊരു ആഘോഷമായിരുന്നു. ഏകദേശം എനിക്ക് പറയാമെങ്കിൽ നമ്മളിവിടെ കന്യാകുമാരി വെച്ച് ഗുരുവിൻ്റെ ലയന ദിനമൊക്കെ ആചരിച്ചിട്ടുണ്ടെങ്കിലും ഗുരുജയന്തി എന്നാണ് വളരെ നമ്മൾ ചന്ദ്രൂർ നടന്നതിനേക്കാളും ആൾ കുറച്ച് കുറവാണെങ്കിലും വളരെ എന്താ പറയുക, ഗുരുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എളിമയും അവിടെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ആഘോഷം വേണം. ഗുരു ജന്മാന്തര എന്താ പറയുക, കൽപ്പാന്ത ഗുരുവല്ലേ. ഗുരുവിന്റെ ലയനദിനം എന്ന് പറയുമ്പം വളരെ നമുക്ക് ആ ഒരു രീതിയിൽ ആചരിക്കേണ്ടതാണ്. അതേസമയം ഗുരുവിന്റെ ജനനം എന്ന് പറയുമ്പോഴത്തേക്കും ലോകത്തുള്ള സകല ചരാചരങ്ങളും ആ സന്തോഷിക്കേണ്ട ഒരു സുദിനമെന്നാണ് എൻ്റെ അഭിപ്രായമാണ്. ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ചിലപ്പം അതിനേക്കാൾ എളിമയായിട്ട് ചെയ്യണമെന്നുള്ളത് കാണാം. ഓക്കെ. അപ്പോൾ ഈ വർഷത്തെ ഗുരുജയന്തി നമുക്ക് കന്യാകുമാരിയിൽ വെച്ചാണ്. ഇത്രയും ആൾക്കാരെ നമുക്കുള്ളൂ. ഓക്കെ, അത് ഗുരു നിശ്ചയമായിരിക്കും. അത് അപ്പം നമ്മൾ ഈ ഗുരുവാണി കേട്ടു. ഗുരുവാണിയിൽ ഗുരു പ്രത്യേകിച്ച് പറയുന്നുണ്ട് പിള്ളേരെ കുറിച്ച്. കൊച്ചു പിള്ളേരെ കുറിച്ചാണ് ഗുരു എപ്പോഴും ദുഃഖിച്ചിട്ടുള്ളതും വരും ജനറേഷനെ കുറിച്ചാണ്. ഇനി വരാൻ പോകുന്ന തലമുറ, അവരിലൂടെയാണ് ഈ ഗുരു നിശ്ചയിച്ച ഗുരുവിന്റെ മാർഗം ലോകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അല്ല നമ്മൾ ഗുരുവിന്റെ ആശയം പറഞ്ഞു കൊടുത്ത് നമ്മളെ ഇന്ന് മുസൽമാന്മാരും ക്രിസ്ത്യാനികളും പുതിയ ഹിന്ദുക്കളിനൊക്കെ ആൾക്കാരെ ഡൈവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആശയം വളർത്താനല്ല നമ്മളെ രീതി. നമ്മൾ കലിയുഗത്തിൽ നിന്നും ധർമ്മയുഗത്തിലോട്ട് പോകാനുള്ള ഒരു പുറപ്പാടാണ് നമുക്ക്. ആ ധർമ്മയുഗം എന്ന് പറയുന്നത് ഇതിന് വ്യത്യസ്തമായ ഒരു യുഗമാണത്. അവിടെ ദൈവവും നമ്മളും നേരിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നേരിട്ട് കാണാം. നമ്മൾ കണ്ണടച്ച ദൈവത്തിന് ഗുരുവിനെ കാണാൻ നോക്കും. അവിടെ ദർശനം പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ആ ദർശനത്തിന്റെ രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളതല്ല. മാക്സിമം ഉള്ള ആൾക്കാർക്കും ധർമ്മയുഗത്തിലോട്ട് സത്യയുഗത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഗുരു അത്രത്തോളം മഹത്തുക്കളായിരിക്കും സത്യയുഗത്തിന്റെ മക്കൾ. ആ മഹത്തുക്കളെയാണ് നമ്മളിവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ്. അത് ഗുരു പറഞ്ഞ 350 വർഷമാണ്. നമുക്ക് ഈ മക്കളാണ്. അവരെയും മക്കളാണ്. അത് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് ആ രീതിയിൽ ഒരു ജനറ്റിക്കായിട്ട് ആ രീതിയിലുള്ള ജനറേഷൻ കൊടുക്കുമ്പോഴാണ് 3 അല്ലെങ്കിൽ 4 ജനറേഷനിൽ അത്രയും സത്യസന്ധമായിട്ട്, അത്രയും ചിന്താബോധമുള്ള, അത്രയും ദർശനമുള്ള, അത്രയും ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിട്ടുകൊടുക്കാനും ആ ഒരു ത്യാഗം ചെയ്യാനുള്ള മക്കളെ നമുക്ക് കിട്ടാറുള്ളത്. അത് 4,35,000 വർഷം വീണ്ടും നമുക്ക് പിന്നിടുകയാണ്. അങ്ങനെ ഈ വരുന്ന 3 തലമുറ കഴിഞ്ഞിട്ട് വരണ ആ പിള്ളേരിൽ അവർ പൂർണ്ണതയുള്ള പിള്ളേരായിരിക്കും. അവരിലൂടെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത്. ഫിൽട്ടർ ചെയ്താണ് അത്രയും ഫിൽട്ടർ ചെയ്ത ആ ഒരു എന്തോ പറയാൻ ഋഷിതുല്യന്മാരായ മക്കളായിരിക്കും സത്യയുഗത്തിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കേണ്ടത്. അത്രത്തോളം ഉള്ള ഒരു വലിയൊരു കർമ്മമാണ് നമ്മളിൽ ഗുരു ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അത് ആ ഗുരുവാണിയിൽ അത് ഗുരു നമ്മൾ 1-2 വേടുകളിൽ കേട്ടെങ്കിലും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗുരുവിന്റെ വേദനയാണ് അവിടെ പറയണത്. ഗുരു എനിക്കിത് പറയാനേ വെക്കൂ, പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗുരുവിന് പറഞ്ഞിട്ട് പോകാനേ വെക്കൂ. അത് പ്രവർത്തിക്കാനുള്ള കർമ്മശേഷിയും ആ മനോഭാവവും ആ ചിന്തയും ആ ഒരു സഹനവും നമ്മളിലാണ് വരേണ്ടത്. പിന്നെ മാറി എന്നുള്ള അതും അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങൾ മാറി ചെയ്യണമല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകണം. ഒരു 4 വർഷത്തിന് മുമ്പേ, അല്ലല്ല, ഒരു 2001, 2002 തൊട്ട് തന്നെ നമുക്ക് ഇതിന്റെ ആശ്രമത്തിൽ നടന്ന ഈ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുകയും അവിടെ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒരു 10-20 വർഷം പിന്നിട്ടതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഘടനയും കുറച്ച് ആൾക്കാരെയും കൂടി പ്രവർത്തിക്കാനുള്ള ഒരു രീതി വന്നത്. ഗുരു അതിനുള്ള ഒരുക്കം ഒരുക്കി തന്നത്.
അതിനു മുമ്പ് പലരും ശ്രമിച്ചിട്ടുണ്ട്, അവരൊക്കെ അടിവാങ്ങിച്ചിട്ടുണ്ട്, അവരെ ജീവൻ തന്നെ ഒടുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും ആശ്രമത്തിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെയും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളിതിനൊരു കൂട്ടായ്മയും കുറച്ച് ആൾക്കാരെ കിട്ടിയത് 2001 ഒരു നന്മ മനസ്സെന്നുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് നമ്മളെല്ലാവരും ഒത്തുചേരാൻ ഒരു ഇടയായത്. അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ആ ഒരു കർമ്മത്തിലാണ് നമ്മളിൽ ഒരു അഴുക്കില്ലെങ്കിൽ, അഴുക്കുണ്ടെങ്കിലല്ലേ പൈശാചിയം വന്ന് കയറും. അഴുക്കില്ലേ ഇങ്ങനെ പൈശാചിയം വന്ന് കയറും. പൈശാചിയം വന്ന് കയറുന്ന അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ പൈശാചിയം കയറൂ, അല്ലെങ്കിൽ കയറില്ല. അപ്പൊ നമ്മൾ എന്തായി നമ്മളിൽ തന്നെ ആ നിന്നവരിൽ തന്നെ തെറ്റായിട്ട് വിചാരിക്കുന്നത് എന്നിലുള്ള വേദനയും അഭിപ്രായം എനിക്ക് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, കുറച്ച് ആൾക്കാർ മാറേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാറാൻ ആര് കാരണക്കാരൻ, ഒരു ഡൈവേഷൻ, ഇത് വരാൻ ആര് കാരണക്കാരായോ നന്നായിട്ട് ചിന്തിച്ചോളാം. ആ ആൾ തന്നെ സ്വയം വിടഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് ഓപ്പൺ തന്നെ പറയാം. ചന്ദ്രബാബു എന്നുള്ള വ്യക്തിയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ഇതിനു മുമ്പായിരുന്നു ജനറൽ സെക്രട്ടറി വെളിയിൽ പോയത്. എന്നാൽ അതേ ചന്ദ്രബാബു എങ്ങനെ പോയോ അതേപോലെ തന്നെ പോയി. അദ്ദേഹത്തിന് പോക്കിപ്പിച്ചതാണ്. സംഘടന ഇരുന്നതിന് ശേഷം വെളിയിൽ പോയതിനു ശേഷം അദ്ദേഹം സംഘടനയ്ക്ക് എതിരായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യം എന്ന് പറഞ്ഞതുപോലെ അടുത്ത വർഷം ഗുരുവിന്റെ 100ാമത്തെ ജയന്തി ആഘോഷിക്കണം. ലോകം അറിയുന്ന രീതിയിൽ നമുക്ക് ആഘോഷിക്കേണ്ട ഒരു ദിവസം. നമ്മളുടെ കുറവേ ഉള്ളൂ, കുറ്റമേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ കൊണ്ടാണ് ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ വന്നിട്ട് എന്തോ കുറച്ച് ഗുരുവിന് കൊടുത്തതിലുള്ള ബോധമാണ് നമ്മൾ ഇവിടെ ഈ ഒരു തെറ്റ് കണ്ടിട്ട് ആത്മഹത്യത്തിന് കൂടെ നിൽക്കാതെ നമ്മളെല്ലാം ഒരു സത്യവിശ്വാസികളായിട്ട് ഗുരുവിനെ പിന്തുടരണം, ഗുരുവിന്റെ യഥാർത്ഥ മാർഗത്തിലോട്ട് വരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഗുരുമാർഗം പുനഃസ്ഥാപിക്കുന്നതാണ്. വലിയ ആശയമാണ്. നമ്മളിത് പറഞ്ഞിട്ട് പോകണമല്ല. ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്ക് തന്നെ അത് അതീവമായ ഒരു വാക്കാണ്. അത് മനസ്സിലാക്കും. ഗുരുമാർഗം പുനഃസ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സഹിക്കാൻ പഠിക്കണം. ആരെക്കുറിച്ച്, കാരണം നമ്മൾ പരസ്പരം പലരെ കുറിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ അഭിപ്രായങ്ങൾ പറയും. ഒരു പക്ഷെ തെറ്റായി പോവാം, തെറ്റായത് ഇന്നാണ് ഉടനെ ഇതിനെടുത്ത് വെച്ചിട്ട് ഞാൻ നാളെ ഇവിടെ എന്തെങ്കിലും ഒരു അഭിപ്രായത്തിലോട്ട് വെളിയിലോട്ട് പോകണമെങ്കിൽ ഉടനെ ഇന്നൊരാളിനെ കിട്ടിയിട്ട് അപ്ലൈ ചെയ്യും. അത് വെറും ഇതെന്ന് പറയുന്നത് ഇന്ന് ആധുനിക രീതിയിൽ വന്നിട്ടുള്ള ഈ മൊബൈൽ ഫോണിലൂടെ വന്നിട്ടുള്ള വെറും ഒരു മോശമായ ഒരു പ്രവൃത്തിയാണ്. ഈ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുക. ഈ അടിപ്പിപ്പാണ് ഇന്ന് ഇത്ര ഈ ലെവലിൽ നമ്മുടെ കൊണ്ട് നിർത്തിയത്. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് എന്ത് നമുക്ക് തൊട്ടടുത്തിരിക്കുന്നവരോട് സംസാരിച്ചിട്ട് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. ആ ടൈപ്പില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇന്നൊരു ഈ പിള്ളേർക്ക് എന്ത് പറഞ്ഞു കൊടുക്കും? എന്റെ ഗുരുമാർഗം പ്രകാശ സഭയിൽ വരണതിന് മുമ്പ് കന്യാകുമാരിയിൽ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആശ്രമത്തിൽ മാറിയിട്ട് ഒരു 8-9 കുടുംബം. എല്ലാ പൗർണമിക്കും നമ്മൾ പ്രാർത്ഥിക്കും. ഒരു 25-30 പേര് സച്ചിയാണ് കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ മാർഗിക്കുന്ന മഹേഷ് വന്നിട്ടുണ്ട്, അജിത്ത് നമ്മളെ ജനറൽ സെക്രട്ടറി അജിത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു സ്വാമിദാസൻ വന്നിട്ടുണ്ട്. ശക്തമായ ഒരു പ്രാർത്ഥന ഗ്രൂപ്പായിരുന്നു. അപ്പോഴാണ് പ്രാർത്ഥന നമ്മൾ സംഘടന വന്നപ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമായി. ഒരു സംഘടനയായി, നമുക്ക് ബലമായി, നമുക്കെല്ലാം കൂടി ചേർന്ന് നയിക്കാവുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ വഞ്ചിച്ചായിരുന്നറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ വഞ്ചിച്ച് ഇന്നും നാളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സന്യാസിമാരാണ്. ഗൃഹസ്ഥന് ഏറ്റവും കൂടുതൽ വഞ്ചന സന്യാസിയാണ്. നമ്മളൊരു സന്യാസിയെ എടുത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചു, പൊക്കി പറക്കിക്കൊണ്ട്. അദ്ദേഹം കോഴിക്കോട്ട് അവിടെ ഇവരെല്ലാം ചേർന്നിട്ട് കഴിഞ്ഞ ഗുരുജയന്തി അവിടെ ആഘോഷിക്കാൻ വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്ത് വെച്ചപ്പോഴേക്കും ഒരു സംഘടന ഉണ്ടാക്കി വെച്ച യഥാർത്ഥമായിട്ടുള്ള 2 പേര് പ്രാർത്ഥനയാണ് ശരിയെന്ന് ശരി തന്നെയാണ്. ഗുരു എന്ത് കാരണം കൊണ്ടാണ് 5 പേർക്ക് സമ്മതിച്ചതെന്ന് എനിക്കറിയില്ല. അതും ഗുരു സമ്മതിച്ച തന്നെ. 2 പേരിലൂടെ എല്ലാവരുടെയും ജീവിത മാർഗങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഗുരുവിന്റെ ആത്മീയ അവസ്ഥ പോലും, ഈ ലോകത്തിന്റെ നിയന്ത്രണം പോലും എന്ത് ആവണമെന്നുള്ളത് ചിന്തിച്ച് ഗുരുവിന് കിട്ടിയത് ആ 2 പേരിലൂടെയാണ്. ബ്രഹ്മ അറിയിച്ചതാണ്. എനിക്ക് എല്ലാം അവിടെ നിറവേറിയാണ്. എല്ലാം ഞാൻ ആഗ്രഹിച്ചത് അവിടെ പൂർത്തിയാക്കിയെന്നോ ബ്രഹ്മത്തിൽ നിന്നും 1973 ഇതാണ് ശാന്തിരാശ്രമത്തിന്റെ സന്യാസ ദീക്ഷ കൊടുത്തത്. അത് വെച്ചിട്ടാണ് സന്യാസ ദീക്ഷ അനുവാദം കിട്ടിയത്, സന്യാസം കൊണ്ടുവരാൻ അനുവാദം കിട്ടിയത്. ഗുരുവിന് എല്ലാം കിട്ടിയത് അതാണ്. മനസ്സിലായി? അപ്പോ അത് ഈ കമ്മിറ്റിയിൽ ആരും ഒരു ജനറൽ സെക്രട്ടറി പ്രസിഡന്റോ കൊണ്ടുവന്നല്ല. 2 പേര് പ്രാർത്ഥന എല്ലാവരും ചർച്ച ചെയ്ത്, വളരെയധികം ചർച്ച ചെയ്തിട്ട് അതിൽ വന്നിട്ട് അത് ഈ 5 പേര് വരാനുള്ള കാരണങ്ങൾ അറിഞ്ഞവരൊക്കെ പറഞ്ഞ് ഓരോന്നും ഇത് ചെയ്തിട്ട് തിരുത്തിയിട്ടാണ് ആ 2 പേര് ഇവിടെ പോകുന്നത്. അവിടെ ഒരു നിമിഷം കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഇത് ചെയ്തിട്ട്. അപ്പം നമ്മളെ
അവരെ കൂടെ ചേർന്നിട്ട് അദ്ദേഹം വഞ്ചിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സംഘടനയുടെ അഭിപ്രായമല്ല. അദ്ദേഹം വഞ്ചിച്ചാണ്. കാരണം ഒറ്റ നിമിഷം കൊണ്ട് അവിടെ ഇവരെ പോലുള്ള കുറെ ആൾക്കാർ അവിടെ അതിനുവേണ്ടി ഒരുക്കങ്ങൾ കുറിച്ച് ആഹാരം, സ്റ്റേജ്, ഗസ്റ്റ് എല്ലാത്തിനും ഏർപ്പെടുത്തി അവര് ആ ഗുരുവിന്റെ അത്രയും വലിയൊരു പുണ്യ ദിവസത്തിൽ എന്ത് ചെയ്തു? അവര് പിണങ്ങേണ്ട ഒരു ഗതികേട് വന്നു. വേദനയാണത്, ബ്രഹ്മത്തിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ട് പോയത്. ബ്രഹ്മ സഹിക്കില്ല അത്. നമ്മളിവിടെ ഓരോരുത്തരും തിരുവനന്തപുരത്തിനും കന്യാകുമാരിയിൽ വണ്ടി നിറയെ ആൾക്കാരും ഒക്കെ പോയപ്പോൾ അവിടെ ഗുരുജയന്തി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഗുരുജയന്തി. അതൊരു പൈശാചിക പ്രവർത്തനം. അത് അവിടെയാണ് പൈശാചികം പ്രവർത്തിച്ചത്. കാരണം അവർ കൂടെ സന്യാസമല്ലേ. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാമോ? ഇന്നൊരിക്കെങ്കിലും ഗുരുദത്തത്തിന് എതിരായിട്ട് അദ്ദേഹത്തിന്റെ കുറെ വീഡിയോ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇടേണ്ടല്ല. എങ്കിലും അവിടെ അവൻ പൊളിച്ചുകൊണ്ട് പോകുമായിരുന്നല്ലോ. ഗുരുമാർഗം പ്രകാശ സഭയ്ക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് ആ വീഡിയോ മാത്രം തന്നാൽ മതി, ഇല്ലേ? ഇതിനു മുമ്പേ ഗുരുദത്തിനും പോവും, ഒഴിഞ്ഞു പോവും, രാധയും പോവും. എന്ത് വരാത്തത്? അപ്പൊ അതൊക്കെ എന്നെ മുഖത്തിൽ വെച്ചാൽ ഞാനത് വെളിയിടും. അപ്പൊ എന്റെ സ്വയം സേഫ്റ്റിയാണ്. സംഘടനയ്ക്കോ ഈ വിശ്വാസിക്കോ വേണ്ടിയല്ല. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഈ വീഡിയോ വെളിയിടും. ഒരു വ്യക്തിയാണ്. അപ്പൊ സന്യാസി വ്യക്തി നോക്കേണ്ട ആളല്ല. സന്യാസി ജീവൻ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജീവൻ മതിക്കാതെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ കൂടെ നിൽക്കുന്നതാണ് സന്യാസി. ഇല്ലണ്ണ, ഞാൻ എനിക്കുള്ളത് പറയണം, അത്രേ ഉള്ളൂ. എന്റെ ആഗ്രഹം പറയണം. നമുക്ക് കൂടെ നിൽക്കുന്ന അടുത്ത് ഇങ്ങനെ 4-5 സ്ഥലത്ത് പ്രാർത്ഥിക്കാതെ ഗുരുവിന്റെ ജന്മദിനം 100ാമത്തെ ഇത് ആഘോഷിക്കുമ്പോൾ അതൊരു ആഘോഷമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന എല്ലാ ഗുരുവിശ്വാസികളും അതില് മടയം കാണാം, ബുദ്ധിജീവി കാണാം, വലിയ രീതിയിൽ ചിന്തിക്കണമെന്ന് കാണാം, ഒന്നും ചിന്തിക്കാൻ അറിയാത്തവരും കാണാം, റെവല്യൂഷൻ കാണിക്കണമെന്ന് കാണാം, ഗുണ്ടായുസം കാണിക്കണമെന്ന് കാണാം. ഇവരൊക്കെ അല്ലേ ഗുരു വിചാരിച്ച് നിർത്തിയത്? എന്നെ പറയാം, ഞാൻ തന്നെ പറയാൻ വേണമെങ്കിൽ. ഇതെല്ലാം കൊണ്ടുവന്നാണ് നമ്മളെല്ലാവരും കൊച്ചും പ്രായങ്ങൾ ആശ്രമത്ത് ഗുരുവിന്റെ പാദങ്ങളിൽ കൊണ്ട് സമർപ്പിച്ചത്. ഗുരുവിനെ കണ്ടിട്ട് ഗുരുവിനെ മനസ്സിലാക്കിയത്. ഇത്രയും മോശമായ ജന്മം തന്ന് അച്ഛനും അമ്മയുടെയും പിറവിയിൽ ജനറേഷനായിട്ട് ജനിച്ച നമ്മളാണ് ഗുരുവിന്റെ പേര് ആദ്യമായിട്ട് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കിത് ചിന്തിച്ചാണ്ട് എന്നും ഇങ്ങനെ നമുക്ക് അപ്പോഴല്ലേ ഇപ്പോൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥന യൂണിറ്റുകളും ഇന്ന് ശാന്തിയുടെ ആശ്രമം ആശയം പ്രചരിപ്പിക്കണമെന്ന് എന്ത് വേണം? നമുക്ക് ഒരു സ്ഥാനം വേണം. അത് നമുക്ക് ശാന്തിയുടെ ആശ്രമം തന്നെയാണ്. ഒരു ദർശനമുള്ള ഒരാള് ആ ദർശനത്തിൽ നോക്കിയിട്ടില്ല പേര് വിളിക്കേണ്ടത്. അത് നഷ്ടപ്പെട്ടില്ലേ നമുക്ക്? അത് കൊണ്ടുവരണം തിരിച്ച്. അല്ല എന്തുകൊണ്ടാണ് ആശയം പറയാൻ നമ്മൾ ഇത് ചെയ്യണത്? ആശയം ലോകത്ത് കൊടുക്കാൻ ഗുരുവിന്റെ വാക്കുണ്ട്. ഇത് നിങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ പ്രവാചക പരമ്പരയിൽ ഞാൻ ആൾ കൊണ്ടുവരുന്നു ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായി. അത് നമ്മൾ ചിന്തിച്ചു വരണം. നമ്മളെ കർമ്മത്തിനനുസരിച്ച് ആശയം കൊണ്ടുവരാൻ നോക്കും. നമ്മളെ അനിയനും ചേട്ടന്മാരെ പോലും നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇന്നലെ ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കും. നമ്മൾ 10-100 ആൾക്കാർ, 10-200-500 ആൾക്കാർ കൂടി നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു കർമ്മവും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും മക്കളെ വാടാ വന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ ചിന്തിക്കണതാണ്. അവർ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്യണമെന്നുള്ളത്. എന്നാൽ നമ്മളെ കർമ്മഭൂമി എന്ന് പറയുന്നത്, നമ്മൾ കർമ്മം ചെയ്തതും ഗുരുവിന്റെ ഭൂമി എന്ന് പറയുന്നത് ശാന്തിരാശ്രമമാണ്. അവിടെ പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്ന അറിവ് കാണും. എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്താലാണ് അവരവിടെ വിട്ടു പോവും, അവിടെ മാറ്റം കൊണ്ടുവരാൻ നോക്കും എന്ന് ചിന്തിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? സംഘം ശരണം ഗച്ഛാമി എന്ന് ബുദ്ധൻ പറഞ്ഞ പോലെ സംഘം ചേർന്നാലേ ഒക്കൂ. സംഘം ലോലം ആവുമ്പോഴത്തേക്കും അതിന് ബലം കിട്ടൂല. ഗുരുവചനങ്ങളും ഗുരുവിന് പ്രബല്യമാക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ കൂടെയുള്ള സഹോദരന്മാരെ ചേർത്ത് പിടിക്കാൻ നോക്കണം. നമ്മളുള്ള തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ചേർത്ത് പിടിക്കാൻ നോക്കണം. അത് ഒന്ന് ചിന്തിക്കുമെന്ന് ഞാൻ ഇത് ചെയ്യുന്നു. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാന് പറഞ്ഞില്ലേ, ശശി എന്നാണ് ഏറ്റവും ഇന്നല്ല ഈ സംഘടന തുടങ്ങിയത് തൊട്ട് നമ്മളെ കൂടെ ആള് കൂടിയോ കുറഞ്ഞോ അതൊന്നും വിഷയമല്ല. അപ്പൊ ഈ ശശികൺ നമ്മളെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന ശശികണ്ണനെയും എൻ്റെ സാർബായിട്ടും ഈ വന്നിരിക്കുന്ന ആത്മബന്ധുക്കൾ സാർബായിട്ടും ഗുരുവിന്റെ നാമത്തിലും ഈ യോഗത്തിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. അടുത്ത് നമ്മളെ ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഈ ആശയം ഈ സംഘടന വരാൻ ഇത്രയും ആൾക്കാർ ഇപ്പൊ പിരിഞ്ഞുപോയ ആൾക്കാരും ശരി ആരായാലും ശരി ഈ സംഘടന ഇന്ന് ഈ ഒരു രൂപത്തിൽ കൊണ്ടുവരാൻ യഥാർത്ഥം പറഞ്ഞ അജിത്തിന്റെ ഒരു കർമ്മമാണ് ഇതിൽ
ഉള്ളത്. കാരണം അത്രത്തോളം ബന്ധമുണ്ട് ആശ്രമത്തിൽ നിന്നുള്ളൊരു ബന്ധം. ആ ബന്ധത്തിലൂടെയാണ് ഈ ഇത്രയും ആൾക്കാരെ ഇവിടെ ഇപ്പോഴുള്ള അല്ല, നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴത്തേക്കുള്ള പലരെയും വിളിച്ച് സംസാരിച്ച് ആശ്രമത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പലരുടെ ബന്ധങ്ങളും പലരുടെയും എനിക്കൊക്കെ ആണെങ്കിൽ അത്രത്തോളമുള്ള ആൾക്കാരെ അങ്ങനെ ആളുകൾ എല്ലാവരും അറിയാം, എല്ലാ ജില്ലയിലുള്ള ആൾക്കാരെ അറിയാമെങ്കിലും ഇവരൊക്കെ ആരാണ് ആശ്രമമായിട്ട് മാറി നിൽക്കുന്നത്, ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആർക്കൊക്കെ വിരോധം ഭാവമുണ്ട്, അവരെങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഒരു 75% ഇതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് അജിത്ത് തന്നെയാണ്. അപ്പം നമ്മളെ കഴിഞ്ഞ കമ്മിറ്റി കൂടി എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ്, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനൊന്നും കയറി ഇരുന്നല്ല. കഴിഞ്ഞ ഗുരുവിന്റെ മുമ്പ് വെച്ച് ഒരു കമ്മിറ്റി എടുത്തിട്ട് ആ കമ്മിറ്റിയിലെ ഭാരവാഹികളുടെ ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ജനറൽ സെക്രട്ടറി ഇവിടെ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരാളുടെ ഇഷ്ടത്തിനോ അത് സ്വയം ഏറി ഇരുന്നതോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ ജനറൽ സെക്രട്ടറിക്ക് ഗുരുമാർഗം പ്രകാശ സഭയുടെ സ്ഥാപലും വലിയ സ്ഥാപലും ഗുരുനാമത്തിലും ഞാൻ ഈ യോഗത്തിന് സ്വാഗതം അറിയിക്കാം. ഡോക്ടർ രവീന്ദ്രൻ സാറ് ഈ ആശയമായിട്ട് വളരെ പഴക്കമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ യങ് സ്റ്റേജിൽ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങളായി 20 വർഷത്തിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ആ താടിയൊന്നും ഇല്ലായിരുന്നു ഇല്ലേ? താടിയൊക്കെ വെച്ച് ഇരിക്കുകയാണ്. ഇന്ന് നമ്മളെ യോഗത്തിന് സാറ് വന്നിട്ടുണ്ട്. സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിന് എൻ്റെ ഗുരുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. പിന്നെ കനൻ ചേട്ടൻ കോഴിക്കോട്ട് എല്ലാവർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ആദ്യകാലത്ത് ഗുരുവുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമുള്ള ഒരു ആത്മബന്ധുക്കളാണ്. ഗുരുവുമായിട്ട് അത്രത്തോളം ഇരുന്ന് സംസാരിക്കാനും ഗുരുവുമായിട്ടുള്ള നിറയെ അറിവുകളുള്ളവരാണ്. അവരൊക്കെയാണ് നമുക്ക് ഈ ആശയം ലോക ജനങ്ങൾക്ക് ഈ പിള്ളേർക്ക് കൊണ്ടുകൊടുക്കാനുള്ള ഏറ്റവും യോഗ്യതപ്പെട്ടവരാണ് അവരൊക്കെ. ഇന്ന് കനൻ ചേട്ടൻ നമ്മളോട് വന്നിട്ടുണ്ട്. നമുക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി. കനൻ ചേട്ടനെയും ഈ സംഘടനയുടെ ഭാഗമായിട്ടും ഗുരുനാമത്തിലും ഞാൻ ഈ യോഗത്തിന് സ്വാഗതം ചെയ്യാണ്. ബാക്കി നമ്മളെ അർജുനുണ്ട്. സംഘടന തുടങ്ങുന്ന കാലം തൊട്ട് അർജുനും നമ്മളെ ശിബിസാറുണ്ട്, സ്വാമിദാസ്, പിന്നെ വലിയ ഇത് വായിച്ചിലൂടെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഉള്ള രീതിയല്ലേ ഇപ്പൊ ആള് കുറച്ച് ഇല്ലേ? കുറെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എത്ര വർഷമായി. സ്വാമിദാസ്, ഇങ്ങനെ പേരറിയാത്ത നിറയെ ആൾക്കാർ, എല്ലാവരെയും ഗുരുവിന്റെ നാമത്തിൽ ഞാൻ ഈ യോഗത്തിന് സ്വാഗതം ചെയ്യാണ്. സത്യപിക്കാം. സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആത്മബന്ധു ഡോക്ടർ രവീന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ആത്മബന്ധുക്കളെ, എത്രയോ വർഷങ്ങളായിട്ട് 10 ആത്മബന്ധുക്കളുടെ കൂട്ടത്തിൽ കൂടി പ്രാർത്ഥിക്കാനോ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കൊണ്ട് എന്ത് നേടാൻ കഴിയുമോ അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ശാന്തിഗിരി ആശ്രമത്തിന്റെ ആശ്രമോദ്ദേശം ഗുരുവിന്റെ എന്തായിരുന്നുവോ അത് അവിടെ നടക്കുന്നില്ല എന്ന് ബോധ്യമായതിന്റെ പേരിൽ ഞാനും എന്റെ മകളും മകൻ 3 പേര് അവിടെ നടക്കി. ഒരാൾ ഇവിടെ ഉണ്ട്, ധന്യ, ഒന്ന് ഡോക്ടർ ധനേഷ്. അവിടുന്ന് ഇറങ്ങിയിട്ട് ധന്യ ഫേസ്ബുക്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ യാതൊരു പേടിയുമില്ലാതെ എഴുതി. അതിന് ധന്യയെ വകവരുത്തുവാൻ അന്ന് ഞങ്ങൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ നടത്തുക.
പല ആവർത്തി ശ്രമിച്ചിട്ടുണ്ട്. ഗുരുകൃപയാൽ ഒന്നും നടന്നിട്ടില്ല. ഇനിയും ഇങ്ങനെയൊരു വിശ്വാസികളുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ അവരോടൊത്ത് പ്രവർത്തിക്കുവാനോ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല. അടുത്ത കാലത്ത് എനിക്ക് തീരെ സുഖമില്ലാതായി. ഒരു ചെറിയ ഷിവറിങ് ഒക്കെ ഉണ്ടായി. മറ്റു മാരക രോഗങ്ങളൊന്നും എനിക്കില്ല. നല്ലതുപോലെ സംസാരിക്കാനൊക്കെ കഴിയുന്ന ആളുമായിരുന്നു. ഇനി അത് ഗുരുകൃപയാൽ വരുമെന്ന് ആശിക്കുന്നു. ഇന്ന് വിശ്വാസികൾ ശാന്തിഗിരി ആശ്രമത്തിലെ അനിഷ്ടങ്ങൾക്കെതിരായിട്ട് നിന്ന് വെളിയിൽ പോയവരെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ വേദനയുടെ വക്കത്താണ്. ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരും പോകാൻ പലരും ഒരുപാട് പേര് പലയിടത്തും പോയെങ്കിലും ഗുരുവിനെ അറിഞ്ഞവരാരും പോയിട്ടില്ല. എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും ശരി അത് സഹിച്ച് ക്ഷമിച്ച് മരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് സത്യത്തിൽ ഇന്ന് ഈ ഗുരുമാർഗം പ്രകാശ സഭയിലെത്തിയുള്ളത്. അപ്പൊ ഇതിനെ കൂടുതൽ ശക്തീകരിക്കാൻ വേണ്ടി ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കിയേ പറ്റും. കൂട്ടായ പ്രാർത്ഥന ഈ എല്ലാ വിഷമഘട്ടങ്ങളും മറികടക്കാൻ കഴിയും. അതിന് നമ്മൾ യോജിക്കണം, പ്രവർത്തിക്കണം. ഏത് വിഷയയെയും പ്രാർത്ഥന കൊണ്ട് പറഞ്ഞുവിടാൻ കഴിയും. നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രാർത്ഥനയിൽ ഉറയ്ക്കണം. അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം ആത്മബന്ധുക്കളെ നിങ്ങൾ ഒന്നിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗുരുജയന്തി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇതിൻ്റെ സംഘാടകർ എന്നെ വിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് വിളിക്കുകയും ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്ത സംഘാടകരോട് ഗുരുനാമത്തിൽ ഞാൻ ഒരുപാട് നന്ദി പറയും. ഗുരുവേ, ഇതിൻ്റെ സംഘാടകർക്ക് മനസ്സിനും ശരീരത്തിനും സുഖവും സമാധാനവും കൊടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഗുരുമാർഗം പ്രകാശസഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ അകമഴിഞ്ഞ നന്ദി, നമസ്കാരം. തൃപ്പാദപത്മത്തിലർപ്പിക്കുന്നു ഗുരു ഈ ജന്മജീവസുമങ്ങൾ.